ബി.ജെ.പി വക്താവ് ശ്രീ പി.ആർ. ശിവശങ്കർ കൂടി നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ ശിവശങ്കർ, ഈ പോലീസ് സംരക്ഷണം ഒരുക്കുന്നുണ്ട് എം.എൽ.എ. ഓഫീസിന്, അല്ലെങ്കിൽ വിശേഷാൽ എം.എൽ.എക്ക്. അപ്പോൾ CPM-ന്റെ നിലപാട് എന്നത് പരസ്യമായി എം.എൽ.എക്കെതിരെ പ്രതിഷേധിക്കില്ല എന്നുള്ളതാണ്. ജനങ്ങളെ വെല്ലുവിളിച്ച്, വോട്ടർമാരെ വെല്ലുവിളിച്ച് രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട്ടേക്ക് എത്തിയിട്ടുണ്ട്. അവിടെയുള്ള കോൺഗ്രസ് പ്രവർത്തകരുടെ വീടുകളിൽ കയറി എന്തൊക്കെയോ സ്ഥാപിക്കാനുള്ള നീക്കവും നടത്തുന്നുണ്ട്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, കോൺഗ്രസ് എന്നുള്ള രാഷ്ട്രീയ പ്രസ്ഥാനം വന്നുപെട്ടിട്ടുള്ള ഏറ്റവും മോശമായ അപജയങ്ങളിൽ രണ്ട് കാര്യങ്ങളിലാണ്. ഒന്ന്, കേന്ദ്രത്തിൽ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിലും ഇവിടെ പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തിന്റെ നേതൃത്വത്തിലും നടക്കുന്ന ഇത്തരം രാഷ്ട്രീയ പ്രചരണങ്ങൾ. ഇവിടെ മനസ്സിലാക്കേണ്ടത്, കേരളത്തിൽ ഇതുവരെ ഒരു MLA-യും നേരിട്ടില്ലാത്ത തരത്തിൽ ഒരു യുവജന MLA ഇന്ന് ഏറ്റവും മോശമായ, ഒരുപക്ഷെ ഇത്രയേറെ സ്ത്രീ ശാപം നേരിട്ട ഒരു വ്യക്തി, MLA പോലുമല്ല, ഒരു മനുഷ്യൻ പോലും കേരളത്തിൽ ഉണ്ടാകില്ല. അത്രയേറെ സ്ത്രീ ശാപമേറ്റ, അത്തരം പീഡനമേറ്റ സ്ത്രീകൾക്ക് അദ്ദേഹത്തിനെതിരെ, ഈ MLA-ക്കെതിരെ, രാഹുലിനെതിരെ ഒരു കംപ്ലൈന്റ് പോലും പോലീസിൽ കൊടുക്കാൻ കഴിയാത്ത വിധം ഭീകരമായ രീതിയിൽ അവരെ ഭീഷണിപ്പെടുത്തുന്ന, അവരുടെ കോൺഗ്രസിലെ തന്നെ വനിതാ നേതാക്കൾ ഇത്തരം ആരോപണങ്ങൾ ഉന്നയിച്ചപ്പോൾ അവരെ ഏറ്റവും മോശമായും ഏറ്റവും നീചമായ രീതിയിൽ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ സൈബർ ആക്രമണം നടത്തിയ, സ്ത്രീകളെ മാത്രമല്ല പ്രതിപക്ഷ നേതാവിന് പോലും കംപ്ലൈന്റ് പറയത്തക്ക രീതിയിലുള്ള സൈബർ ആക്രമണം നടത്തിയ ഒരു സൈബർ ഗുണ്ടകളുടെ പടയെയാണ് ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിലും അതുപോലെ തന്നെ ഷാഫിയും ഇന്ന് പാലക്കാട് അണിനിരത്തിയിട്ടുള്ളത്. ഇത് കോൺഗ്രസിന്റെ അപജയം മാത്രമല്ല, കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികൾ തന്നെ ആലോചിക്കേണ്ട രാഷ്ട്രീയമായ അപജയമാണ് ഇന്ന് രാഷ്ട്രീയ കേരളത്തിന് ഉണ്ടായിട്ടുള്ളത്. ഒന്ന്. രണ്ട്, ഇവർ ഈ പറയുന്ന MLA-മാരും ആളുകളും പാലക്കാട് കോൺഗ്രസിന്റെ വീട്ടിൽ പോകുമ്പോൾ മാനുഷിക പരിഗണന വെച്ചൊന്ന് ആലോചിച്ച് നോക്കൂ. ഏതെങ്കിലും സ്ത്രീകൾ, കുടുംബത്തിൽ ജീവിക്കുന്ന ഏതെങ്കിലും മനുഷ്യര് ഇദ്ദേഹത്തെ വീട്ടിൽ കയറ്റുമോ? എത്രത്തോളം മോശകരമായ, അധിക്ഷേപകരമായ വർത്തമാനവും പ്രവർത്തനവുമാണ് ഈ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് രാഹുലിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായതെന്നുള്ളത് തെളിവടക്കം മാധ്യമങ്ങൾ പുറത്തു വന്നതല്ലേ. അപ്പോൾ അത്തരത്തിലുള്ള ഒരു MLA, ഒരു ജനപ്രതിനിധിയെ എങ്ങനെയാണ് ഒരു കോൺഗ്രസ്സുകാരനായാൽ പോലും ഒരു കുടുംബത്തേക്ക് കയറ്റുന്നത്? അദ്ദേഹത്തിനൊക്കെ ഒരു വീട്ടിൽ വരുമ്പോൾ ഒരല്പം വെള്ളം കൊടുക്കുവാനോ അല്ലെങ്കിൽ മറ്റുള്ള രീതിയിൽ ഒരു സഹായം നൽകുവാനോ എങ്ങനെയാണ് കുടുംബത്തിലുള്ള ഒരു തന്റെ സ്വന്തം ഭാര്യയെയും മക്കളെയും ഒരു രാഷ്ട്രീയ പാർട്ടി നേതാവ് ഒരു കോൺഗ്രസ്സുകാരൻ വിളിക്കുക? അപ്പൊ അതും ഒരു സാധ്യമല്ല എന്ന് വിചാരിക്കുന്നു. മൂന്ന്, നമ്മൾ മനസ്സിലാക്കേണ്ടത് CPM-ന്റെ രാഷ്ട്രീയമായ ഇരട്ടത്താപ്പാണ്. അവർക്ക് ഇത്തരത്തിൽ കുടുംബം എന്നുള്ളതോ അല്ലെങ്കിൽ സ്ത്രീകൾ, പുരുഷൻ, കുടുംബം, കുടുംബത്തിലെ മാന്യത, ഇതൊന്നും അവരുടെ രാഷ്ട്രീയമായ ആദർശപരമായ രീതിയിലില്ല. നമുക്കറിയാം, ലെനിൻ തന്നെ പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. ഒരു കമ്മ്യൂണിസ്റ്റുകാരന് കുടുംബസങ്കല്പം എന്നുള്ളത് അത്ര അത്യാവശ്യമായ കാര്യമല്ല. പുസ്തകങ്ങളുടെ പേരൊക്കെ നമ്മൾ പലതവണ ചർച്ച ചെയ്തിട്ടുണ്ട്. ഇത് ഒരു പുരുഷ മേധാവിത്വത്തിന്റെ അടയാളമാണെന്നും ബൂർഷ സങ്കല്പമാണ് കുടുംബം എന്നുള്ളതൊക്കെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വർഷങ്ങൾക്ക് മുൻപേയുള്ള ഒരു ആധികാരികമായ ലേഖനങ്ങളിലും പുസ്തകങ്ങളിലും ഉണ്ട്. ഇവിടെയും ഇത്തരത്തിൽ സ്ത്രീവിരുദ്ധ പരാമർശം നടത്തിയ, സ്ത്രീകളെ അപമാനിച്ച, പീഡിപ്പിച്ച ഒരു വ്യക്തിയെ സംരക്ഷിക്കുവാനായിട്ട് പോലീസിനെ വിടുകയും അദ്ദേഹത്തിനെ പിന്തുണയ്ക്കണമെന്ന് വെച്ചാൽ CPM-ലും രാഹുലിന്റെ ആരാധകരുണ്ട്, അല്ലെങ്കിൽ രാഹുലിനേക്കാൾ മോശമുള്ളവരുണ്ട്. അദ്ദേഹം ഭീഷണിപ്പെടുത്തിയ ആൾ CPM-ലും ഭരണത്തിലും അതുപോലെ തന്നെ ആഭ്യന്തര മന്ത്രാലയത്തിലും ഉണ്ട് എന്നുള്ളതിന്റെ ഉറച്ച തെളിവാണ് ഇത്തരം പോലീസ് സംരക്ഷണം ഒരു സ്ത്രീ പീഡകന് ഉള്ളത്. ഇത് സൂചിപ്പിക്കുന്നത് ഈ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പിണറായി വിജയന്റെ ഭരണകൂടം സ്ത്രീവിരുദ്ധ ഭരണകൂടമാണ് എന്നുകൂടിയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. വളരെയധികം നന്ദി ശ്രീ പി.ആർ. ശിവശങ്കർ പ്രതികരിച്ചതിന്. രാഹുൽ മാങ്കൂട്ടത്തിൽ അങ്ങനെ വോട്ടർമാരെയും കോൺഗ്രസ് നേതൃത്വത്തെയും സംസ്ഥാന നേതൃത്വത്തെയും ഒക്കെ വെല്ലുവിളിച്ച് പാലക്കാട്ടേക്ക് എത്തിയിരിക്കുകയാണ്.